ഹായ് ഹലോ വെൽക്കം ടു സരിത വ്ളോഗ്. ഇന്ന് സഞ്ജിത്തിൻ്റെ ബർത്ത്ഡേ ആണ്. എത്രാമത്തെ ബർത്ത്ഡേ ആണെന്ന് ഞാൻ പറയത്തില്ല, അതൊക്കെ സർപ്രൈസായിട്ട് പോകുന്ന വഴിക്ക് നമുക്ക് കാണാം. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ആഘോഷങ്ങളും അങ്ങനെ ഒന്നുമില്ല, ഞാനും സച്ചും മാത്രം. അപ്പോൾ ഞാൻ വിചാരിച്ചു അവൻ എന്തെങ്കിലുമൊക്കെ ഒരു സന്തോഷം കൊടുക്കണമല്ലോ, അപ്പോൾ ഗിഫ്റ്റായിട്ട് കൊടുക്കണമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എങ്കിൽ ഒരു കേക്ക് വാങ്ങിച്ച് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് ഫുഡ് ഞാൻ ഇന്ന് ഞങ്ങൾക്ക് രണ്ടുപേരും കൂടി ഇരുന്ന് കഴിക്കാനായിട്ട് കുറച്ച് എന്നും ഉണ്ടാക്കുന്നതിൽ നിന്ന് ഡിഫറെൻ്റായിട്ട് കുറച്ച് സ്പെഷ്യലായിട്ട് ഫുഡൊക്കെ കഴിച്ച് ടി വിയൊക്കെ കണ്ട് എൻജോയ് ചെയ്യാമെന്നാണ് ഇന്ന് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്നോടൊപ്പം നിങ്ങളും ഉണ്ട്, നിങ്ങളും ഇത് കാണുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഈ ഒരു സന്തോഷത്തിൽ നിങ്ങളും പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അപ്പോൾ നിങ്ങളുടെ അനുഗ്രഹവും പ്രാർത്ഥനയും എല്ലാം എൻ്റെ സഞ്ജുക്കുട്ടന് വേണം. കാരണം ഞാൻ ബേസിക്കലി മുന്നേ ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ചുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ ഐ തിങ്ക് ഞാനൊരു 4th സ്റ്റാൻഡേർഡ് വരെ ഞാൻ അങ്ങനെ ബർത്ത്ഡേ ഒന്നും അങ്ങനെ ആഘോഷിക്കത്തില്ലായിരുന്നു, അതിനുള്ള ഇതൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. അതിനുശേഷം ഞങ്ങൾ കുറച്ച് വലുതായി, അവന് ഇച്ചിരി അറിവൊക്കെ ആയി തുടങ്ങിയ ശേഷം അവന് മറ്റുള്ള കുട്ടികൾ എങ്ങനെയാണ് എന്നറിയാൻ വേണ്ടിയിട്ട് അവനിലുള്ള കൂടുതലും കുറവുള്ള ആൾക്കാരെയും ഒക്കെ കാണണം, അവരെ ഇൻട്രാക്ട് ചെയ്യണം എന്നുള്ള ഒരു രീതിയിൽ ഞങ്ങൾ ഓർഫനേജുകളിൽ കൊണ്ടുപോയി ഇവനെ കാണിച്ചു കൊടുക്കും. അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ തറയിലിരുത്തി ഭക്ഷണം കൊടുക്കുമായിരുന്നു. പിന്നെ എന്താണ്, അവൻ ഇട്ടേക്കുന്ന പോലത്തെ കുറേ നല്ല ഡ്രസ്സുകൾ അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക്, അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ പിന്നീട് ഞാനത് മീഡിയയിൽ പോസ്റ്റ് ചെയ്തപ്പോൾ അപ്പം എനിക്കൊരു എന്താ പറയുക, ഞാൻ ചെയ്യുന്ന മാതിരി വേറൊരാൾക്കും കൂടി അത് കണ്ട് മോട്ടിവേറ്റ് ആയി അത് ചെയ്യുകയാണെങ്കിൽ വേറൊരാൾ ചെയ്യട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ചെയ്തത്. പക്ഷെ പിന്നീട് എൻ്റെ മനസ്സ് തിരിച്ച് ചിന്തിപ്പിച്ചത് ഇത്ര മാത്രമാണ്, ഞങ്ങളുടെ സന്തോഷം കൊണ്ട് ഞങ്ങൾ അവിടെ പോകുമ്പോൾ ആ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്നത് ചിലപ്പോൾ സന്തോഷമല്ല, കൂടുതൽ വേദന ആയിരിക്കും മേ ബി. കാരണം അവർ നോക്കുമ്പോൾ അച്ഛൻ അമ്മ ഞങ്ങൾ കുഞ്ഞിനെയും കൊണ്ടുവരുന്നു, കേക്ക് കട്ട് ചെയ്യുന്നു, അതൊരു വലിയൊരു സാഡായിട്ട് പിന്നെ എനിക്ക് തോന്നി. സാഡായിട്ടും തോന്നി. അതിനുശേഷം ഞാൻ ബർത്ത്ഡേ ആഘോഷം അതോട് കൂടിയിട്ട് ഞാൻ അങ്ങനെ ഒരു ഇതും നിർത്തി. അതിനുശേഷം ഞാൻ എന്നെ കൊണ്ട് ആവുന്ന വിധത്തിൽ, വലിയ രീതിയിലൊന്നുമില്ല, ചിലപ്പോൾ 10 പൊതിയെങ്കിൽ 10 പൊതി എനിക്ക് വഴിയിലൊക്കെ ഉച്ചയ്ക്കൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു ഇത് ചെയ്യുമായിരുന്നു. അത് 10 പൊതി എന്ന് പറയുന്നത് എൻ്റെ കപ്പാസിറ്റിയാണ്. അപ്പോൾ ആ ഒരു കപ്പാസിറ്റി കഴിഞ്ഞ് ഒരാൾ വന്ന് ചോദിച്ചാൽ കൊടുക്കാൻ പറ്റാത്തൊരു സ്റ്റേജിൽ എനിക്കൊരു ബാഡ് അനുഭവം ഉണ്ടായപ്പോൾ ഞാൻ അതങ്ങ് സ്റ്റോപ്പ് ചെയ്തു. അതിനുശേഷമാണ് ഞങ്ങൾ ഈ വീട് വെക്കുന്നതും. പിന്നെ ഒരു സർപ്രൈസ് പാർട്ടി, അവൻ്റെ ഫ്രണ്ട്സിനൊക്കെ സർപ്രൈസ് പാർട്ടി കിട്ടാറുണ്ടെന്ന് അവൻ പറയുമായിരുന്നു. അപ്പോൾ എങ്കിലൊരു സർപ്രൈസ് പാർട്ടി എന്ന് പറഞ്ഞിട്ട് ഞാനത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായിരുന്നു എനിക്ക് തോന്നുന്നു അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ഗിഫ്റ്റായിരുന്നത്. പക്ഷെ ഞാൻ ഈ പറയുന്ന കുട്ടികളുടെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞും ഞങ്ങൾ മെഡിക്കൽ കോളേജിലൊക്കെ പോയി ഓരോരുത്തരുടെ അവസ്ഥയും കാര്യങ്ങളെല്ലാം ഞാൻ കാണിച്ചു കൊടുക്കാറുണ്ട്. അതുകൊണ്ട് ബർത്ത്ഡേ ഇതൊക്കെ പറയുന്നൊരു വലിയൊരു സംഭവമായിട്ടൊന്നുമല്ല ഞാൻ ഈ പറയുന്നത്. അതിനുശേഷം എൻ്റെ കുഞ്ഞിന് എൻ്റെ ഫ്രണ്ട്സും അവൻ്റെ ക്ലാസ്സിലെ ഫ്രണ്ട്സും എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു വലിയൊരു ഗിഫ്റ്റ്, ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഐ തിങ്ക് അവൻ 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പം ആണെന്ന് തോന്നുന്നു. 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ മാൾ ഓഫ് ട്രാവൻകൂറിൽ കൂടി വളരെ എന്നുവെച്ചാൽ അതിന് ഒരു വേർഡ് എനിക്ക് പറയാനല്ല. എനിക്ക് ദൈവത്തിനോട് അതിന് നന്ദി മാത്രമാണ് പറയാനുള്ളത്. ദൈവത്തിലുപരി ചെയ്ത് ഞങ്ങൾക്ക് തന്ന അവരോട് എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല. സോ ആ ഒരു ബർത്ത്ഡേ എനിക്ക് എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാതെ, എനിക്ക് മാത്രമല്ല എൻ്റെ സഞ്ജയത്തിന് ഒട്ടും പറ്റാത്ത ഒരു ബർത്ത്ഡേ ആഘോഷമായിരുന്നു ആ ഒരു ബർത്ത്ഡേ എന്ന് പറയുന്നത്. പിന്നെ അതിനുശേഷം ഈ വർഷം, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഹസ്ബൻഡ് മോൻ എല്ലാവരും കൂടിയായിട്ടായിരുന്നു, ജസ്റ്റ് ഒരു ചെറിയൊരു രീതിയിലായിരുന്നു. അതിനുശേഷം ഇപ്രാവശ്യം ഞാനും എൻ്റെ മോനും മാത്രമായിട്ട് ഒതുങ്ങി ഞങ്ങളുടെ ഈ ഒരു ആഘോഷത്തിൽ. അപ്പം ഞാൻ ഇന്നിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന കേക്ക് കട്ടിങ്ങും ഇതൊക്കെ കൂടിയിട്ട് ഇങ്ങനെ കൂടാമെന്ന് വിചാരിച്ചു.
അപ്പോൾ എല്ലാം നമ്മുടെ ജീവിതത്തിൽ വേണമല്ലോ, ഉള്ള സമയം ഉള്ളതും ഇല്ലാത്ത സമയം ഇല്ലാത്തതും എല്ലാം. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ നേരെ കിച്ചണിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ കുക്കിംഗ് പരിപാടി സ്റ്റാർട്ട് ചെയ്താൽ ഒരു ഇപ്പം 6 മണിയായി. ഒരു 8-8:30 മണിയാകുമ്പോൾ എനിക്കിത് വൈൻഡ് അപ്പ് ചെയ്തിട്ട് ഒരു 8:30 ഒക്കെ ആകുമ്പോൾ ഫുഡ് എടുക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം നല്ല മഴയുണ്ട് കേട്ടോ. ഉണ്ടോ? അപ്പോൾ നമുക്ക് നേരെ കുക്കിങ്ങിലോട്ട് കിടന്നാലോ. അപ്പം ഞാൻ ആദ്യം വയ്ക്കാൻ പോകുന്നത് പനീർ ബട്ടർ മസാലയാണ്. അപ്പോൾ ഉച്ചയ്ക്ക് തന്നെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു വലിയൊരു ലെങ്ത് വീഡിയോ ആക്കിക്കൊണ്ട് പോകാൻ എനിക്ക് താല്പര്യമില്ല. കാരണം കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും ഭയങ്കര വിഷമമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം ലെങ്ത് ഇല്ലാത്ത രീതിയിലുള്ള വീഡിയോ ആണ്. അപ്പോൾ പനീർ ബട്ടർ മസാലയാണ്. അപ്പോൾ അതിന് വേണ്ടി ഉച്ചയ്ക്ക് ഞാൻ തന്നെ റെഡിയാക്കി വെച്ച സവോള അരിഞ്ഞത്, എങ്ങനെ വേണമെങ്കിലും അരിയാം കേട്ടോ. പിന്നെ വറ്റൽ മുളക് ഒരു 10 എണ്ണം ഞാൻ ഇട്ടിട്ടുണ്ട്. തക്കാളി ഒരു 4 എണ്ണം എടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് എങ്ങനെ വേണം ഉണ്ടാക്കാം. സ്പൈസി ആയിട്ട് വേണമെന്നുള്ളവർക്ക് സ്പൈസി ആയിട്ട് ഉണ്ടാക്കാം. എനിക്ക് സ്പൈസി ടൈപ്പാണ് ഇഷ്ടം. പിന്നെ ഇതൊരു ഈസി വേ കുക്കാണ്. ഈസി എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ കുറച്ച് ഇത്ര ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ മിക്ക വീടുകളിലും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പനീർ ബട്ടർ മസാലയാണ്. ഓക്കെ, ഇപ്പോൾ ഇതിൽ ബട്ടറാണ്. കുറച്ച് ബട്ടർ എടുത്തിട്ട് നമ്മൾ ഇടുവാണ്. ഞാൻ ബട്ടർ ഇടുവാണ്. എല്ലാത്തും കൂടി കിടന്ന് മിക്സ് ആട്ടെ. ബട്ടറിൻ്റെ മണം ഇങ്ങനെ അടിക്കുമ്പോഴല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടം. എൻ്റെ സച്ചിനും എനിക്കും ഒരുപോലെ ഇഷ്ടമുള്ള ചില സാധനങ്ങളുണ്ട് ഫുഡിൽ. അതിൽ ഫേവറേറ്റ് 1 ഇതാണ് പനീർ ബട്ടർ മസാല. പക്ഷേ മിൽക്ക് പ്രോഡക്റ്റ് ആയതുകൊണ്ട് വളരെയധികം ഞങ്ങൾ യൂസ് ചെയ്യത്തില്ല. വല്ലപ്പോഴൊരിക്കലും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ മാത്രമാണ് ഇത് കഴിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള, തക്കാളി, വറ്റൽമുളക് ഇതാണ് ഇട്ടേക്കുന്നത്. ഇതിലോട്ട് ഇടുവാണ്. സോൾട്ട് നമുക്ക് ഇപ്പം വേണമെങ്കിലും ഇടാം. ഇത് ലാസ്റ്റ് നമുക്ക് എല്ലാം കഴിഞ്ഞിട്ടാണെങ്കിലും ഇടാം. ഓക്കെ, ഞാനിപ്പോൾ ഇടുവാണേ. ഇനി ഇതൊന്ന് വഴറ്റി കൊടുക്കണം. ഇതിന് പ്രത്യേകിച്ച് രൂപങ്ങളൊന്നുമില്ല. കാരണം ഇത് നമ്മൾ മിക്സിയിൽ അടിക്കേണ്ട സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിന് ഒരുപാട് നമുക്ക് എന്ത് ചെയ്യണ്ട, ഇത് ഷേപ്പൊന്നും വേണ്ട. ഇത് മിക്സിയിൽ അടിക്കാനുള്ളത് നിങ്ങൾക്ക് ക്യൂബായിട്ടോ എങ്ങനെ വേണമെങ്കിലും ഇടാം. പനീർ ബട്ടർ ചിക്കനും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് കിടന്ന് വേവട്ടെ. അപ്പോഴേക്കും ഞാൻ പോയി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമുക്ക് ജിഞ്ചർ ഗാർലിക് അപ്പോൾ ഇതൊന്ന് ഞാൻ ചതയ്ക്കുവാണേ. ജസ്റ്റ് ഒന്ന് എടുക്കുക. ജിഞ്ചറും കൂടി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിത് ഫ്രിഡ്ജിലാണ് വെച്ചിരുന്നത്, ഫ്രീസറിൽ. അപ്പോൾ ഇത് ഞാനിപ്പം ഇച്ചിരി വെള്ളത്തിലിട്ടിട്ട് ഇത് തണുപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ബ്രാൻഡ് നോക്കി തന്നെ എപ്പോഴും വാങ്ങിക്കണം. കാരണം ചിലത് ഭയങ്കര പുളിപ്പായിരിക്കും. ചില പനീർ ക്യൂബ്സുകൾ ഭയങ്കര പുളിപ്പായിരിക്കും. ഞാനിവിടെ ക്യൂബ്സ് ആയിട്ടല്ല മേടിച്ചിരിക്കുന്നത്, ഒരു മൊത്തത്തിലുള്ളതാണ്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കാമേ. ഇതിങ്ങനെ നന്നായിട്ട് കട്ട് ചെയ്ത്, എനിക്കിച്ചിരി വലിയ പീസൊക്കെയാണ് ഭയങ്കര ഇഷ്ടം. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ കുറച്ച് എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇത്രയും സൈസിലുള്ളതാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതൊരു പ്ലേറ്റിലോട്ട് ഞാൻ മാറ്റിയിട്ട്, കാരണം അത് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്.
പിന്നെ സെക്കൻഡ് വൺ. ഇത് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാമെന്നുള്ളതേ ഉള്ളൂ, പക്ഷേ മെനക്കെടാൻ ടൈമില്ല, അതാണ് പ്രശ്നം. അപ്പോൾ അതും ഞാനൊരു 4-5 ക്യൂബായിട്ട് മാറ്റുവാണേ. ലേശം ഉപ്പ്, ഒരുപാടല്ല, ലേശം. ഇതിൽ ടച്ച് ചെയ്യാതെ തന്നെ നമുക്ക് മെൽറ്റ് ചെയ്യാം. മെൽറ്റല്ല, ഇതിൽ ഫുൾ സ്പ്രെഡ് ചെയ്തെടുക്കാം. കണ്ടോ, നമ്മൾ ടച്ച് ചെയ്തിട്ടേ ഇല്ല. ഇനി ഇത് പൊരിച്ചെടുക്കാൻ നോക്കാം. പാൻ എടുത്ത് നമുക്ക് ഈ ക്യൂബിനെ നമുക്ക് പൊരിച്ചെടുക്കാം. ഭയങ്കര തിന്നാണ്, അറിയാമല്ലോ, പൊളിഞ്ഞു പോകാൻ ഭയങ്കര ചാൻസാണ്. എന്നെക്കൊണ്ട് മാക്സിമം പറ്റുന്ന രീതിയിൽ പൊടിച്ചെടുക്കാൻ കേട്ടോ. അവരാരും തയ്ച്ചിട്ടില്ല, എന്താവും ഒന്നോട് പിടിക്കില്ല. ബട്ടറിൻ്റെ മണമൊക്കെ നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ, സൂപ്പറായിട്ട് വരുന്നുണ്ട് ബട്ടറിന്. അപ്പോൾ ഏകദേശം നമ്മുടെ ഈ ഇത് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഇല്ലെങ്കിൽ പിന്നെ കരിഞ്ഞു പോകും. കരിയാത്ത രീതിയിൽ ബ്രൗൺ ഒന്നുമല്ല, ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം ഇത് മിക്സിയിൽ അരച്ചെടുത്തിട്ട് നമ്മൾ ഇനി ഒരു സെറ്റ് കൂടി ചെയ്യും. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ, കാരണം ജസ്റ്റ് ഒരു ഫ്രൈഡ് ഒരു ഇത് വരണമെന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ആ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ഞാൻ ഒന്നോടങ്ങ് ഇട്ടായിരുന്നു. ഇത് പൊടിഞ്ഞു പോകാതെ ഇടണം. അപ്പോൾ ഇതുപോലെ ബ്രൗണിഷ് കളറായതിനു ശേഷം നമുക്കിത് മാറ്റി വയ്ക്കണം. മാറ്റി വെച്ചിട്ട് നമുക്കിനി അത് തണുത്തിട്ടുണ്ടാവും. നമ്മൾ ചേർത്ത് വെച്ചിരിക്കുന്ന അത്രയും ഇൻഗ്രീഡിയൻസ് നമുക്ക് ഉള്ളിയും ഇതെല്ലാം കൂടി ചതച്ചത് നമുക്കൊരു പേസ്റ്റ് രൂപത്തിൽ ആക്കാനാണ് അടുത്തതായിട്ട് ഞാൻ ചെയ്യാം. അപ്പോൾ ഇതുമാതിരി പേസ്റ്റ് രൂപത്തിൽ നമുക്ക് കിട്ടും കേട്ടോ. നല്ല ചൂടുണ്ട്. അത് തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ മിക്സിയുടെ ജാറിൽ അടിക്കാവൂ കേട്ടോ. ഇനി ഇതിലോട്ട് ബട്ടർ ഇട്ടു. അപ്പോൾ ബട്ടർ നമുക്ക് എല്ലാത്തിലും ആക്കാം. ഓക്കെ, ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് കലക്കി കൊടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാവേ. ലേശം മണത്തിന് വേണ്ടിയിട്ട് ഗരം മസാല. കാരണം ഞാൻ ഇന്നലെ ഇത് വറുത്ത് പൊടിച്ച് വെച്ചതാണ്. എനിക്ക് ഈ പാക്കറ്റിൽ വരുന്ന ഗരം മസാല എനിക്ക് വലിയ ഇഷ്ടമില്ല. അപ്പം ഞാനിപ്പോൾ അത് ചേർത്തിട്ട് ഇളക്കുവാണ്. ഇനി ലേശം മല്ലിപ്പൊടി കൂടി നമുക്ക് വേണം. കാരണം നമുക്ക് മുളകിൻ്റെ ആവശ്യമില്ല. ഇവിടെ മുളക് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ടല്ലോ, അപ്പം ലേശം ഇട്ടാൽ മതി. അപ്പോൾ അത് നന്നായിട്ട് കുറുക്കി എടുക്കുക. ഇനി ഇതിലോട്ട് ലേശം പഞ്ചാര, ചെറിയ രീതിയിൽ നമുക്ക് കുറച്ച് മധുരം വേണം. ഞാൻ ഫ്രഷ് ക്രീമാണ് യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫ്രഷ് ക്രീം നമുക്ക് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. അതല്ലാന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിക്കാം, അല്ലെങ്കിൽ പാല് കാച്ചി ഒഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. അതൊഴിച്ചാലും മതി. ഇതിപ്പം 1 ടൈം മാത്രമേ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം ഇതിൽ ഇത്രയും ആവശ്യമില്ല. അപ്പോൾ അതിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ വേസ്റ്റാണ്. അപ്പോൾ ഇന്നിപ്പം നമ്മളിപ്പം ഒത്തിരി ക്വാണ്ടിറ്റി ആയിട്ട്. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് ഇളക്കണം. സത്യം പറഞ്ഞാൽ റെസ്റ്റോറൻറ്റിൽ നമ്മൾ മേടിച്ച് കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു പനീർ ബട്ടർ മസാലയ്ക്ക് കിട്ടുന്നത്. ഇതിലോട്ട് ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുവാണേ. ഓൾറെഡി ഉപ്പുണ്ടോ നോക്കട്ടെ.
ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ക്യൂബ് കണക്കുള്ളത് ഇതിലോട്ട് ഇടുവാണേ. അതും കൂടെ ചേർത്ത് ഇളക്കി നല്ല കുറുകി. അതിന് സത്യം പറഞ്ഞാൽ സിമ്പിളാണ്, ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് ഇതിപ്പോൾ സ്ലോ ചെയ്ത് ക്യാമറ അഡ്ജസ്റ്റ് ചെയ്ത് ഇതെടുത്ത് എല്ലാം ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നമൊക്കെ വരുന്നത്. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഈസിയാണ്, പെട്ടെന്ന് ഒരു 5-10 മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. ഇനി ഇതിന് വേണ്ട ഏറ്റവും വലിയൊരു സാധനം എന്ന് പറയുന്നത് കസ്തൂരി മേത്തിയാണ്. ഈ ഒരു പനീർ ബട്ടർ മസാലയുടെ രുചി തന്നെ മാറ്റുന്ന ഒരു സാധനമാണ് കസ്തൂരി മേത്തി. ഇനി ഇത് നന്നായിട്ട് നമ്മൾ കശക്കണം. ടേസ്റ്റ് ചെയ്ത് നോക്കാവേ എങ്ങനെയുണ്ടെന്ന്. ഞാൻ തന്നെ വെച്ചിട്ട് ഞാൻ തന്നെ പകർത്തുന്നതല്ലേ നല്ലത്. ഇച്ചിരി എരി കൂടി പോയോ എന്നൊരു സംശയം, എന്നാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. സഞ്ജിത്തിന് എന്തെങ്കിലും എന്നെ ഇന്ന് പറയും. അപ്പോൾ എൻ്റെ പനീർ ബട്ടർ മസാല റെഡി. ഇനി സഞ്ജിത്ത് കഴിച്ചിട്ട് വേണം എന്നെ ഇവിടെ ഓട്ടിക്കാൻ. ബട്ടർ മസാല ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ പിന്നെ ചെയ്യാൻ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴുകി വെച്ചേക്കുന്ന ചിക്കനിൽ അതിൻ്റെ കൂട്ടൊക്കെ ചേർത്തിട്ട് കബാബാണ് ഇന്ന് ഉണ്ടാക്കാനായിട്ട് ഞാൻ നോക്കിയത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാനിപ്പോൾ പറയുന്നില്ല, ഇതൊരു ദിവസം നമുക്ക് റെസിപ്പിയായിട്ട് ഞാൻ ഇട്ട് തരാം കേട്ടോ. കാരണം ഇന്നിപ്പോൾ എല്ലാം കൂടി ആയിക്കഴിഞ്ഞാൽ ഒത്തിരി ലെങ്ത് വീഡിയോ ആയിപ്പോവും. അപ്പോൾ അതൊക്കെ പുരട്ടി ഞാൻ ഫ്രിഡ്ജിൽ കുറച്ച് നേരം സെറ്റ് ചെയ്യാൻ വെച്ചു. അതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ കുറച്ച് സലാഡ് വേണമല്ലോ. അപ്പോൾ തലേന്ന് കുതിർത്ത ചെറുപയറും നമ്മുടെ കുക്കുംബറും സവാളയും തക്കാളിയും ഒരു മുളകും എല്ലാം കൂടി ഇട്ടിട്ടാണ് സലാഡ് ഉണ്ടാക്കിയത് കേട്ടോ. അതിന് ശേഷം പിന്നെ ഫ്രീസറിലിരുന്ന് ചിക്കൻ പുരട്ടി വെച്ചതെടുത്തിട്ട് നമ്മുടെ എയർ ഫ്രയറിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റ്സ് കുക്ക് ചെയ്യാനായിട്ട് വെച്ചു. അതിലിരുന്നിട്ട് സെറ്റായിട്ട് വരട്ടെ. ആക്ച്വലി സഞ്ജിത്തിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റ് ഇവിടെ ചെയ്യുന്നുവെന്നും. രാവിലെ ജസ്റ്റ് ഒരു കോട്ട് കൊടുത്തു, മക്കളെ ഇന്ന് നമുക്ക് ഡിന്നർ ഇവിടെ അടിച്ചു പൊളിക്കാം, നീ ഇതുവരെ കണ്ടിട്ടില്ലാത്ത സംഭവങ്ങളൊക്കെ വെച്ച് നമുക്ക് കഴിക്കാം, അമ്മ എന്നെ ഇല്ലാതാക്കുന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബർത്ത്ഡേ കാരണമെന്നൊന്നും നമ്മൾ അങ്ങനെ ഒന്നും വിചാരിച്ചിട്ടൊന്നും അല്ല രാവിലെ ഇറങ്ങി തിരിച്ച് പോയത് ഇവിടെ നിന്ന്. അപ്പോൾ എന്തായാലും അവൻ എന്ത് ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് വരാവേ. What are you doing? Exam आया हो? वाह. Just open ചെയ്ത് നോക്കിയേ. ചിക്കൻ ഓപ്പൺ ചെയ്ത് നോക്ക്. അത് ഇങ്ങനെ പിടിച്ച് ഓപ്പൺ ചെയ്യ്. ഞാൻ ഉണ്ടാക്കിയത്. ആഹാ, നീ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചേ? What do you think about me? എന്റെ അത്ര ഒന്നും വരില്ല. ബട്ടർ ചിക്കനാ? അപ്പോൾ സഞ്ജിത്ത് വന്നിട്ട് അതൊക്കെ കണ്ടിട്ടൊക്കെ പോയി. അപ്പോൾ സഞ്ജിത്ത് വിചാരിച്ച് വെച്ചേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞിട്ടില്ലേ വിഷയമാണെന്ന്. എന്ത് വിഷയമാവോ എന്തോ, ഇനി കഴിച്ചു നോക്കുമ്പോൾ പറയും ടേസ്റ്റ് ഉണ്ടോ ടേസ്റ്റ് ഇല്ലേ എന്നുള്ള കാര്യം. അത് പിന്നെ സഹിക്കാൻ കേട്ടോ. ഇതിന്ന് ഫസ്റ്റ് ടൈമാണ് ഞങ്ങളുടെ വീട്ടിൽ സത്യം പറഞ്ഞാൽ ബട്ടർ പനീരൊക്കെ ഞാൻ ഉണ്ടാക്കുന്നത്, ഈ ഒരു ചിക്കൻ്റെ പരിപാടിയൊക്കെ ചെയ്യുന്നത്. കാരണം ഞാൻ മെനക്കെടാനല്ല, ഓവർ ടൈം ഞാൻ കിച്ചണിൽ സാധാരണ ഇരിക്കുന്ന ആളല്ല. കാരണം പെട്ടെന്ന് ജോലി ഒതുക്കി. അപ്പോൾ എനിക്ക് എപ്പോഴും നമ്മുടെ നാടൻ ഫുഡിനോടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ കുട്ടികൾക്ക് അങ്ങനെയല്ലാന്നറിയാം, ടേസ്റ്റ് പിടിച്ചതിന് എന്നു എന്നോട് പറയില്ല ഉണ്ടാക്കിത്തത്. അതെനിക്കിഷ്ടം കേട്ടോ, അതുണ്ടാക്കി കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അത് വേറെ കാര്യം. എന്നാൽ പ്രത്യേകിച്ച് ഇപ്പം എൻ്റെ വീട്ടിലായിരുന്നാലും എൻ്റെ ഫാമിലിയിലായിരുന്നാലും എൻ്റെ ഫ്രണ്ട്സായിരുന്നാലും
സരിത നിനക്ക് ഇന്നത് കഴിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സരിത ഓൺ ദ സ്പോട്ട് അത് പ്രിപ്പയർ ചെയ്ത് കൊണ്ട് കൊടുക്കും, അത് വേറെ കാര്യം. പക്ഷേ ഓവറായിട്ട് ഞാൻ കിച്ചണിൽ ഞാനെന്നല്ല ഓൾമോസ്റ്റ് എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് പിന്നെ ഓരോ വെറൈറ്റികൾ ഇങ്ങനെ പരീക്ഷിച്ച് നോക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, വൺ ഡേ മാത്രം. പിന്നെ എനിക്ക് നാടൻ ചോറും ഇച്ചിരി മീൻചാറും ഇച്ചിരി വെജിറ്റബിൾസും ഒക്കെ കൂടെ കഴിക്കാനാണ് എനിക്കിഷ്ടം. പിന്നെ ഡയറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി ഇപ്പോൾ ചിക്കൻ ഇങ്ങനത്തെ ചിക്കനൊക്കെ നമുക്ക് കഴിക്കാം കേട്ടോ, നമുക്ക് ഡയറ്റൊക്കെ എടുക്കുമ്പോൾ കഴിക്കാം. പിന്നെ അത് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. പിന്നെ എന്താണ്, അതുകൊണ്ടാണ് അവൻ ചോദിക്കുക. അപ്പം ഞാനിതൊക്കെ വല്ലപ്പോഴും ഹോട്ടലിൽ ഇത്രയും മെനക്കെട്ട് നമ്മൾ നടന്ന് ചെയ്യണമല്ലോ. അപ്പം അതിനെ ഒന്ന് ലഘൂകരിക്കാൻ വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ ചെറുതാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഹോട്ടലിൽ പോവാൻ കഴിക്കുന്നതാണ് ചെയ്യുന്നത് സത്യം. കാരണം നമ്മൾ ഇത്രയും നേരം കഷ്ടപ്പെടുന്ന ആ ഒരു എനർജി ഒരു 10 മിനിറ്റ് കൊണ്ട് തീർക്കും അല്ലേ, കഴിച്ച് 10 മിനിറ്റ് കൊണ്ട് തീർക്കും. അതുകൊണ്ടാണ് ആ 10 മിനിറ്റ് നമുക്ക് എൻജോയ് ചെയ്ത് പുറത്ത് പോയി ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സത്യം പറഞ്ഞ് ഇറങ്ങിപ്പോകുന്നത്. അല്ലാതെ എനിക്ക് ഇതൊക്കെ വെക്കാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടല്ല. ഓവറായിട്ട് എനിക്ക് എപ്പോഴും ജോലി കഴിഞ്ഞിട്ട് വന്നിട്ട് റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റണം സത്യമല്ല. എപ്പോഴും ജോലി എന്ന് പറഞ്ഞിട്ട് നടക്കുന്നതിനോടും എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലാത്തൊരു ആളാണ് ഞാൻ. ഇനി 3 മിനിറ്റ് കൂടെ ഉണ്ട് കേട്ടോ ഇന്ന്. അങ്ങനെ ഒരുവിധമുള്ള ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കേക്ക് വരാൻ വേണ്ടിയിട്ട് ഞാൻ അപ്പുറത്തെ അശ്വതിനെയാണ് ഏൽപ്പിച്ചത്. അപ്പോൾ അജീഷ് പോയിട്ട് കേക്ക് മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല മഴയുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ പുറത്തോട്ടൊക്കെ പോയി നിന്ന് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴേക്കും അവർ കേക്ക് കൊണ്ട് വന്നായിരുന്നു. കിട്ടിയ സച്ചു പണ്ട് ഈ വീട് വെച്ചപ്പോഴേ സത്യത്തിനൊരു സർപ്രൈസ് പാർട്ടി എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ? അതിന് ശേഷമുള്ള ഒരു പാർട്ടിയാണ്. വലിയ കുട്ടി എന്നെ കാട്ടി പൊക്കം വെച്ചു. മാംഗോ ഫ്ലേവറിലുള്ള കേക്കാണ് കിട്ടിയത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കേക്കാണ്. അപ്പോൾ അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് 16 എന്ന് പറഞ്ഞൊരു മെഴുകുതിരി അത് അപ്പുറത്തെ വീട്ടിലെ അജീഷ മേടിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ നല്ല രീതിയിൽ ഞാനും സഞ്ജിത്തും മീനാക്ഷി എന്ന് പറയുന്നത് ഞങ്ങളുടെ വീട്ടിൻ്റെ തൊട്ടപ്പുറത്തുള്ളൊരു കുഞ്ഞു കുട്ടിയാണ് കേട്ടോ. അപ്പോൾ അവൻ ആദ്യം കേക്ക് എടുത്ത് എൻ്റെ വായിൽ വെച്ച് തരാൻ വന്നേ. പക്ഷേ ഞാൻ പറഞ്ഞൊരു കുഞ്ഞു കുട്ടി നിൽക്കുമ്പോൾ അവന് കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് അവൾക്ക് കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് അവളുടെ വായിൽ വെച്ച് കൊടുത്തു. അതിനുശേഷം അവൻ എനിക്കും വെച്ച് തന്നു. സോ ഹാപ്പി. ഹാപ്പി ബർത്ത്ഡേ. ഇത് നിന്റെ കൂട്ടുകാരൻ നിനക്ക് തരുന്നതിന് മുന്നേ അമ്മ വാങ്ങിച്ചു വെച്ചതാണ്. എനിക്കൊന്ന് കാണിച്ചതേ എവിടെ കാണിക്ക് അല്ലേ? ഒരു മിനിറ്റ്. ഇപ്പഴാണ് എന്റെ ചെറുക്ക കണ്ടത്, വേഴ്സ് മാത്രമേ കണ്ടോളായിരുന്നു.